എനിക്കും പ്രാർത്ഥിക്കാൻ ഇപ്പോൾ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഭഗവാനോടും ദേവിയോടും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരുടെ പ്രാർത്ഥനയാ സാധിച്ചു തരേണ്ടതെന്ന് മഹാദേവനും ദേവിയും തീരുമാനിക്കട്ടെ. ഇയാളെ കൊണ്ട് കാര്യം നടക്കുമല്ലോ അല്ലേ? നടക്കും. ആ ശിവയോഗി നമ്മൾ വിചാരിച്ച പോലെ വെറും ഒരു സന്യാസി മാത്രമല്ല, ആയുർവേദ ചികിത്സയിൽ അഗ്രഗണ്യനാ. എന്തോ മുടിഞ്ഞ ചികിത്സയാ ആ യോഗി അവരുടെ തലയിൽ പ്രയോഗിക്കുന്നത്. അയാൾ എത്ര അഗ്രഗണ്യനാണേലും നമ്മുടെ പണത്തിന്റെയും സ്വാധീനത്തിന്റെയും ശക്തിയിൽ അർച്ചനയുടെ പൂജ മുടങ്ങണം. ഓർമ്മയുടെ ഒരു തരി വെളിച്ചം പോലും അവളുടെ തലയിലേക്ക് തിരിച്ചു വരാൻ ഇടയാവരുത്. ഇയാളൊരു ചെറിയ ഇര മാത്രമാണ്. ഇയാളെക്കാൾ വലിയ സ്രാവുകൾ അവിടെ വേറെയുണ്ട്. അവരെയും നമുക്ക് കയ്യിലെടുക്കാൻ സാധിക്കും. ഇയാളുടെ ശ്രമങ്ങൾ ഒരു വഴിക്ക് നടക്കട്ടെ. അതല്ലാതെ മറ്റൊരു വഴി കൂടി നമുക്ക് തുറന്നിടണം. അതിന് ആശ്രമത്തിൽ നിന്ന് മറ്റാരെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. മൂർത്തി, ഉടനെ തന്നെ നമുക്ക് ആശ്രമത്തിലേക്ക് പോണം. അവിടെ നിന്ന് നമുക്ക് പറ്റിയൊരാളെ കൂടി കണ്ടെത്തണം. കണ്ടെത്തിയേ പറ്റൂ. ഇതൊരു ചികിത്സാമുറി മാത്രമല്ല, ശുദ്ധീകരണത്തിന്റെ ഇടവാ. ശരീരം മാത്രമല്ല, മനസ്സും ശുദ്ധമാവണം. സമൃദ്ധയെ ഞങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. തൽക്കാലം ഇവിടെ നിന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. ഈ ധാര കഴിയുന്നതുവരെ പുറത്ത് വിശ്രമിക്കാം. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശരി ഗുരുജി, അങ്ങനെ ചെയ്യാം. അമ്മയ്ക്ക് മനസ്സിൽ ചില സംശയങ്ങളുണ്ടെന്ന് തോന്നുന്നു. അത് പിന്നെ ഞാൻ എല്ലാ സംശയങ്ങളും തീരും. മനസ്സിലെ ആവശ്യമില്ലാത്ത ചിന്തകൾ മാറ്റി പ്രാർത്ഥനയോടെ കാത്തിരുന്നുള്ളൂ. അമ്മേ, എങ്കിൽ നമുക്ക് പുറത്തിരിക്കാം. ഈ തിരുമുമ്പിൽ വന്നു പ്രാർത്ഥിച്ച ഏത് സങ്കടത്തിനും പരിഹാരം ഉണ്ടാവുന്ന വക്കീല് പറഞ്ഞത്. കുട്ടിക്കാലം മുതല് ഈ മുറ്റത്ത് കളിച്ചു വളർന്നതല്ലേ ഞാൻ. എൻ്റെ ആഗ്രഹങ്ങളും സങ്കടങ്ങളും ഒക്കെ ഞാൻ ഇവിടെ വന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാലോ. എൻ്റെ അർച്ചനയും കുഞ്ഞിനെയും എനിക്ക് തിരിച്ചു തരണം. വർഷങ്ങളായി ഞാൻ അവർക്ക് വേണ്ടി അലയാൻ തുടങ്ങിയിട്ട്. ഈ ചിത്രപൗർണമി ഉത്സവം കഴിഞ്ഞ് ഞാൻ മടങ്ങുമ്പോൾ അവരും എൻ്റെ കൂടെ ഉണ്ടാവണം. അർച്ചനയ്ക്കും കുഞ്ഞിനും വേണ്ടിയ സച്ചിയുടെ പ്രാർത്ഥന എന്ന് എനിക്കറിയാം. സച്ചി അവരെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അർച്ചനയും കുഞ്ഞിനെയും സച്ചിക്ക് തിരികെ കിട്ടിയില്ലെങ്കിൽ സച്ചി എൻ്റെ ഭർത്താവായി എനിക്ക് തന്നെ തരണം. എനിക്ക് സച്ചി അത്രയ്ക്കിഷ്ടമാണ്.
സച്ചി എന്താ പ്രാർത്ഥിച്ചത്? എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കാൻ എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ല, വക്കീൽ എന്താ പ്രാർത്ഥിച്ചത്? അത് പിന്നെ ഞാൻ പ്രാർത്ഥിച്ചത് എനിക്കും പ്രാർത്ഥിക്കാൻ ഇപ്പൊ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഭഗവാനോടും ദേവിയോടും പറഞ്ഞിട്ടുണ്ട്. നമ്മളിൽ ആരുടെ പ്രാർത്ഥനയാ സാധിച്ചു തരേണ്ടതെന്ന് മഹാദേവനും ദേവിയും തീരുമാനിക്കട്ടെ. ഗോകുൽ സാറ്, നിങ്ങളിപ്പോ എത്തി? ഞങ്ങള് രാവിലെ എത്തി. ഓ സാറിന് ഇവിടെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല, എല്ലാം നല്ലതുപോലെ നടക്കുന്നുണ്ട്. പിന്നെ ആരതിയുടെ റെക്കമെൻഡേഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രത്യേക പരിഗണന ഗുരുജി തരുന്നുണ്ട്. ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ഗുരുജി എന്നോട് പറഞ്ഞു. ഗുരുജിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇവിടെ വരുന്നവരെ ഇല്ലാതിരുന്നൊരു വിശ്വാസം പ്രതീക്ഷയൊക്കെ എനിക്കിപ്പോ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ സർ, നിയോഗമില്ലാത്തവർക്ക് ഇവിടെ വരാൻ കഴിയില്ല. ഇന്ന് വരെ ഇവിടെ വന്ന രോഗികളാരും നിരാശയോടെ മടങ്ങിയിട്ടുമില്ല. ഈ ചിത്ര പൗർണമി ഉത്സവം തീരുന്നതിന് മുന്നേ സാറിന്റെ ഭാര്യയുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടും. സാറിന് കയർക്കോ. ശരി, തൊഴുത്തിട്ട് വരാം.